പ്രായഭേദമന്യേ നമുക്കെല്ലാവർക്കും ഭയമുള്ള ഒരു ജീവിയാണല്ലോ പാമ്പുകൾ. നിലവിലെ ചൂട് കാരണം ഈ പാമ്പുകൾ തണുപ്പ് തേടി നമ്മുടെ കിടക്ക മുതൽ ഫ്രിഡ്ജിൽ വരെ കയറിക്കൂടാം. അതിനാൽ തന്നെ ഭീഷണിയാണെന്ന് കരുതി ഇവ മനുഷ്യരെ കടിക്കുന്ന സംഭവങ്ങളും ദിവസേന റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ വിഷമുള്ള പാമ്പുകളെയും വിഷമില്ലാത്ത പാമ്പുകളെയും നമുക്ക് പുറമേ നിന്ന് നോക്കി ഏകദേശം മനസ്സിലാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? അതെങ്ങനെയാണെന്നും കേരളത്തിലെ ഏറ്റവും അപകടകാരികളായ പാമ്പുകൾ ഏതാണെന്നും പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇരകളെ തളർത്താനും അവയെ ദഹിപ്പിക്കാനുമാണ് പാമ്പുകൾ തങ്ങളുടെ വിഷം സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. പാമ്പുകളിലെ വിഷഗ്രന്ഥി അഥവാ വെനം ഗ്ലാൻഡിലാണ് ഈ വിഷം ഉൽപ്പാദിപ്പിക്കുന്നത്. 2 തരത്തിലുള്ള പാമ്പിൻ വിഷങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഇതിൽ ആദ്യത്തേത് നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ന്യൂറോടോക്സിക് വിഷമാണ്. തലച്ചോറിൽ നിന്ന് പേശികളിലേക്ക് പോകുന്ന സന്ദേശങ്ങളെ ഇത് തടസ്സപ്പെടുത്തും. കൺപോളകൾ തളരുക, സംസാരിക്കാൻ പ്രയാസം തോന്നുക, വിഴുങ്ങാൻ പറ്റാതിരിക്കുക, ശരീരം തളരുക എന്നിവയ്ക്കും അവസാനം ശ്വാസകോശം പ്രവർത്തിക്കാതെ ശ്വാസം മുട്ടി മരിക്കാനും ഇത് കാരണമായേക്കാം. മൂർഖനും വെള്ളിക്കട്ടനും ഇത്തരം വിഷമുള്ള പാമ്പുകളാണ്. രണ്ടാമത്തെ തരം വിഷം രക്തത്തെയും കോശങ്ങളെയും ബാധിക്കുന്ന ഹെമറ്റോക്സിക് അഥവാ സൈറ്റോടോക്സിക് വിഷമാണ്. ഇത് രക്തം കട്ടപിടിക്കുന്നത് തടയുകയും രക്തകോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ ശരീരത്തിനുള്ളിൽ രക്തസ്രാവം ഉണ്ടാവാനും വൃക്കകൾ നശിക്കാനും കടിയേറ്റ ഭാഗത്തെ കോശങ്ങൾ നശിക്കാനും ഇത് കാരണമാകും. കേരളത്തിൽ കാണുന്ന അണലി ഇതിനൊരു നല്ല ഉദാഹരണമാണ്. ചില പാമ്പുകൾക്ക് ഈ 2 തരം വിഷങ്ങളും ഉണ്ടായേക്കാം. അത് അവയെ കൂടുതൽ അപകടകാരികളാക്കുന്നു. ഇനി നമുക്ക് വിഷമുള്ള പാമ്പുകളെ അവയെ കണ്ടുകൊണ്ട് തന്നെ എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം. പാമ്പിൻ്റെ ശരീരത്തിലെ ചില പ്രത്യേകതകൾ ഒരുമിച്ച് നോക്കിയാൽ അത് വിഷമുള്ളതാണോ എന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാര്യം മാത്രം നോക്കി ഉറപ്പിക്കാൻ കഴിയില്ല, നമ്മൾ അതിൻ്റെ മൊത്തത്തിലുള്ള രൂപം ശ്രദ്ധിക്കണം. വിഷമുള്ള പാമ്പുകൾക്ക് പലപ്പോഴും ഒരു പ്രത്യേക ത്രികോണാകൃതിയിലുള്ള തലയായിരിക്കും ഉണ്ടാവുക. തലയുടെ പിറകിലായി വിഷഗ്രന്ഥികൾ അഥവാ വെനം ഗ്ലാൻസ് ഉള്ളതുകൊണ്ടാണ് ഈ ആകൃതി വരുന്നത്. അതുകൊണ്ടാണ് അണലിക്കും കുഴിമണ്ടലിക്കുമൊക്കെ കഴുത്തിനേക്കാൾ വീതിയുള്ള ഒരു അമ്പിൻ്റെ തല പോലെയുള്ള ത്രികോണ തല വരുന്നത്. പക്ഷേ ഇതിൽ ചില പാകപ്പിഴകൾ സംഭവിക്കാറുണ്ട്. അതായത് മൂർഖൻ്റെ വർഗത്തിൽപ്പെട്ട പവിഴപ്പാമ്പിന് അഥവാ കോറൽ സ്നേക്കിന് വട്ടത്തിലുള്ള തലയാണുള്ളത്. വിഷമില്ലാത്ത ചില പാമ്പുകൾ ശത്രുക്കളെ പേടിപ്പിക്കാൻ വേണ്ടി തല പരത്തിപ്പിടിച്ച് വിഷപ്പാമ്പുകളെ പോലെ അഭിനയിക്കാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരികളായ മൂർഖനും വെള്ളിക്കെട്ടനും ഇത്തരം ത്രികോണ തലയല്ല ഉള്ളത്. അവയുടെ തല നീളത്തിലുള്ളതും ഓവൽ ആകൃതിയിലുമുള്ളതാണ്. അതുകൊണ്ട് ത്രികോണ തല കണ്ടാൽ സൂക്ഷിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ തല വട്ടത്തിലായതുകൊണ്ട് മാത്രം അത് വിഷമില്ലാത്ത പാമ്പാണെന്ന് പറയാൻ കഴിയില്ല. മറ്റൊരു തിരിച്ചറിയൽ അടയാളമാണ് അവയുടെ കൃഷ്ണമണി. കുഴിമണ്ടലിയെപ്പോലെയുള്ള പാമ്പുകൾക്ക് പൂച്ചക്കണ്ണുകളെപ്പോലെ നീളത്തിലുള്ള കൃഷ്ണമണികളാണുള്ളത് അഥവാ എലിപ്റ്റിക്കൽ പ്യൂപ്പിൾസ്. എന്നാൽ മൂർഖൻ്റെ വർഗത്തിലുള്ളവയ്ക്ക് അങ്ങനെയല്ല. വലംപാമ്പുകൾക്കും മറ്റ് ചില വിഷമില്ലാത്ത പാമ്പുകൾക്കും ഇത്തരത്തിലുള്ള കൃഷ്ണമണികൾ കാണാറുണ്ട്. പക്ഷേ ഇത് നോക്കി പാമ്പിനെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് അപകടകരമാണ്. കാരണം പാമ്പിൻ്റെ മുഖത്തിന് അത്രയും അടുത്തേക്ക് നമ്മൾ ചെല്ലേണ്ടി വരും. വെളിച്ചം കുറയുമ്പോൾ എല്ലാ കൃഷ്ണമണികളും വികസിക്കുന്നത് കൊണ്ട് ഇവ വട്ടത്തിലാണെന്നേ തോന്നൂ. എങ്കിലും നീളത്തിലുള്ള കൃഷ്ണമണി നിങ്ങൾ കണ്ടാൽ കൂടുതൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇനി കുഴിമണ്ടലി അഥവാ പിറ്റ് വൈപ്പേഴ്സ് വിഭാഗത്തെ തിരിച്ചറിയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഇനി പറയാൻ പോകുന്നത്. ഇവർക്ക് കണ്ണിനും മൂക്കിനും ഇടയിലായി ചൂട് തിരിച്ചറിയാനുള്ള 2 കുഴികൾ അഥവാ ഹീറ്റ് സെൻസിങ് പിറ്റ്സ് ഉണ്ടാകും. ഇൻഫ്രാറെഡ് ഉപയോഗിച്ച് ഇരകളെ കണ്ടെത്താൻ ഇത് അവരെ സഹായിക്കുന്നുണ്ട്. കേരളത്തിൽ കാണുന്ന കുഴിമണ്ടലി അഥവാ ഹംനോസ് പിറ്റ് വൈപ്പർ ഈ വിഭാഗത്തിൽപ്പെട്ടതാണ്. കണ്ണിനും മൂക്കിനും ഇടയിലായി മുഖത്തിൻ്റെ വശങ്ങളിൽ ചെറിയ കുഴികൾ കാണുന്നുണ്ടെങ്കിൽ അത് വിഷമുള്ള കുഴിമണ്ടലി ആകാനാണ് സാധ്യത. പാമ്പിൻ്റെ ചെതുമ്പലുകൾ ശ്രദ്ധിച്ചാലും ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. പല വിഷമുള്ള അണലികൾക്കും കീൽഡ് സ്കെയിൽസ് ആണുള്ളത്. അതായത് അവയുടെ ഓരോ ചെതുമ്പലിന് നടുവിലും ഒരു വര പോലെ ഉയർന്ന ഭാഗമുണ്ടാകും. ഇത് പാമ്പിൻ്റെ തൊലിക്ക് ഒരു പരിവരുത്ത ഭാവം നൽകുന്നു. എങ്കിലും കേരളത്തിൽ കാണുന്ന നീർക്കോലിയെപ്പോലെയുള്ള വിഷമില്ലാത്ത പാമ്പുകൾക്കും ഇത്തരത്തിലുള്ള ചെതുമ്പലുകൾ ഉണ്ടാകാറുണ്ട്. വിഷമുള്ള പാമ്പുകൾ കടിച്ചാൽ സാധാരണയായി 2 കുത്തുകൾ കാണാം. എന്നാൽ വിഷമില്ലാത്ത പാമ്പുകളാണെങ്കിൽ ഒരു യു ആകൃതിയിലുള്ള പല്ലിൻ്റെ പാടുകളായിരിക്കും ഉണ്ടാവുക. കടിയേറ്റ പാടിൽ അടുത്തടുത്തായി 2 കുത്തുകൾ കാണുന്നുണ്ടെങ്കിൽ അത് വിഷമുള്ള പാമ്പാകാനാണ് സാധ്യത. എന്നാൽ ഒരു പോറലോ അല്ലെങ്കിൽ വട്ടത്തിലുള്ള ചെറിയ പാടുകളോ ആണെങ്കിൽ അത് വിഷമില്ലാത്ത കടിയായിരിക്കാം.
പക്ഷേ ഇത് എപ്പോഴും ശരിയാകണമെന്നില്ല. കാരണം വസ്ത്രത്തിന് മുകളിലൂടെയുള്ള കടിയിലോ അല്ലെങ്കിൽ ഒരു പല്ല് മാത്രം തറച്ചാലോ ഈ പാടുകൾ കൃത്യമായിരിക്കില്ല. ഒരാൾക്ക് അടിയന്തര ചികിത്സ ആവശ്യമുള്ളപ്പോൾ ഈ പാടുകൾ നോക്കി സമയം കളയരുത്. സാധാരണയായി പ്രകൃതിയിൽ തിളക്കമുള്ള നിറങ്ങൾ അപകടത്തിൻ്റെ സൂചനയാവാറുണ്ട്. പാമ്പുകളുടെ കാര്യത്തിലും ഇതിൽ കുറച്ച് സത്യമുണ്ട്. പക്ഷേ ഇന്ത്യയിലും കേരളത്തിലും നല്ല നിറങ്ങളുള്ള വിഷമില്ലാത്ത പാമ്പുകൾ ഒരുപാടുണ്ട്. അതുപോലെ കാണാൻ വെറും ഒരു സാധാരണ പാമ്പിനെ പോലെ തോന്നിക്കുന്ന വലിയ അപകടകാരികളായ പാമ്പുകളുമുണ്ട്. അതുകൊണ്ട് നിറം മാത്രം നോക്കി ഒരു പാമ്പിനെ തിരിച്ചറിയാൻ ശ്രമിക്കരുത്. പാമ്പിൻ്റെ പെരുമാറ്റം ശ്രദ്ധിച്ചാലും ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷേ ഇതിലും മാറ്റങ്ങൾ വരാം. അണലികൾ പകൽ സമയത്ത് സാധാരണയായി വലിയ അനക്കമില്ലാതെ ഒരിടത്ത് തന്നെ കിടക്കാറാണ് പതിവ്. വേഗതയേക്കാൾ അവയുടെ ശരീരത്തിൻ്റെ നിറം കൊണ്ട് ഒളിച്ചിരിക്കാനാണ് അവ ശ്രമിക്കുക. നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവ ഓടിപ്പോകുന്നതിന് പകരം അവിടെ തന്നെ നിന്ന് വലിയ ശബ്ദത്തിൽ ശ്വാസം വിടാറുണ്ട്. എന്നാൽ ചേരയെപ്പോലെയോ നീർക്കോലിയെപ്പോലെയുള്ള പാമ്പുകൾ നമ്മളെ കണ്ടാൽ ഉടനെ ഓടിപ്പോകാൻ ശ്രമിക്കും. എങ്കിലും ഇത് എപ്പോഴും ശരിയാകണമെന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: വിഷമുള്ളതായാലും ഇല്ലാത്തതായാലും ഒരു പാമ്പിന് ഭീഷണി തോന്നിയാൽ അത് സ്വയം രക്ഷക്കായി കടിക്കും. അതുകൊണ്ട് പാമ്പിന് പോകാനുള്ള സ്ഥലം നൽകി അത് തനിയെ പോകാൻ അനുവദിക്കുന്നതാണ് ഏറ്റവും നല്ല വഴി. പാമ്പിനെ തിരിച്ചറിയുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സംശയമുണ്ടെങ്കിൽ അതിനെ തൊടാനോ അടുത്ത് ചെല്ലാനോ കൊല്ലാനോ ശ്രമിക്കരുത്. പാമ്പിനെ പിടിക്കാനോ കൊല്ലാനോ ശ്രമിക്കുമ്പോഴാണ് മിക്കവാറും ആളുകൾക്ക് കടിയേൽക്കുന്നത്. ഏതാണ് പാമ്പെന്ന് ഉറപ്പില്ലെങ്കിൽ അത് വിഷമുള്ളതാണെന്ന് തന്നെ കരുതുക. പാമ്പിൻ്റെ നീളത്തിൻ്റെ ഇരട്ടി ദൂരമെങ്കിലും മാറി നിന്ന് അത് പോകുന്നത് വരെ കാത്തിരിക്കുക. പാമ്പ് വീട്ടിലോ ആളുകൾക്ക് അപകടമുള്ള സ്ഥലത്തോ ആണെങ്കിൽ ഒരു പാമ്പ് പിടുത്തക്കാരനെ വിളിക്കുക. ഇനി വളരെ പെട്ടെന്നൊന്ന് നമുക്ക് കേരളത്തിലെ ഏറ്റവും അപകടകാരികളായ 5 വിഷപ്പാമ്പുകൾ ഏതാണെന്ന് നോക്കാം. ഇവയെ കണ്ടാൽ വളരെയധികം സൂക്ഷിക്കണം. അതിലൊന്നാമത്തേതാണ് കുഴിമണ്ഡലി അഥവാ ഹംനോസ്ഡ് പിറ്റ് വൈപ്പർ. ചെറിയ ഇലകളുടെ നിറമുള്ള ഈ കുഴിമണ്ഡലിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കടിക്കുന്ന പാമ്പ്. കേരളത്തിലെ വിഷപ്പാമ്പ് കടി കേസുകളിൽ ഏകദേശം 4/1 ഈ വിഭാഗം കാരണമാണ് ഉണ്ടാകുന്നത്. ഇവ പശ്ചിമഘട്ടത്തിൻ്റെ തെക്ക് ഭാഗത്ത് മാത്രമാണ് കാണപ്പെടുന്നത്. റബ്ബർ തോട്ടങ്ങളിലെ കരിയിലകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഇവ മുന്നറിയിപ്പില്ലാതെ കടിക്കും. ഇവയുടെ വിഷം രക്തത്തെയും വൃക്കകളെയും ബാധിക്കും. സാധാരണ കൊടുക്കുന്ന ആൻറ്റിവനം ഇതിന് ഫലിക്കില്ല. രണ്ടാമത്തേതാണ് ഇന്ത്യൻ മൂർഖൻ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പാടങ്ങളിലും ചിതൽപുറ്റുകളിലും വീടുകൾക്കടുത്തും മൂർഖനെ കാണാറുണ്ട്. ഇതിൻ്റെ പത്തിയിലുള്ള പുറകിലുള്ള കണ്ണട പോലെയുള്ള അടയാളം നോക്കിയാൽ നമുക്ക് ഇതിനെ തിരിച്ചറിയാം. ഇതിൻ്റെ വിഷം ന്യൂറോടോക്സിക് ആണ്. ഇത് ശരീരം തളരാനും ശ്വാസതടസ്സമുണ്ടാകാനും കാരണമാകും. ആഹാരത്തിനും താമസത്തിനുമായി ഇവ തോട്ടങ്ങളിലേക്കും നഗരങ്ങളിലേക്കും വരാറുണ്ട്. എലികൾ കൂടുതലുള്ള പൊത്തുകളിലും കുഴികളിലും താമസിക്കാനാണ് ഇവയ്ക്കിഷ്ടം. മൂന്നാമത്തേതാണ് വെള്ളിക്കട്ടൻ അഥവാ കോമൺ ക്രൈറ്റ്. കേരളത്തിലെ ഏറ്റവും അപകടകാരികളായ ഒരു ചതിയൻ പാമ്പാണ് വെള്ളിക്കട്ടൻ. മിനുമിനുസമുള്ള കറുത്ത ശരീരത്തിൽ വെളുത്ത വരകളുള്ള ഈ പാമ്പ് രാത്രിയിലാണ് പുറത്തിറങ്ങുന്നത്. ഇതിൻ്റെ കടിക്ക് വേദനയില്ലാത്തതുകൊണ്ട് ഉറക്കത്തിൽ കടിയേറ്റാൽ പലരും അറിയാറില്ല. വേദനയില്ലാത്തതുകൊണ്ട് ആളുകൾ ആശുപത്രിയിൽ പോകാൻ വൈകുന്നത് മരണസാധ്യത കൂട്ടുന്നു. ശരീരം തളരുന്നതും ശ്വാസതടസ്സവും പോലുള്ള ലക്ഷണങ്ങൾ മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ പുറത്തുവരൂ. നാലാമത്തേതാണ് അണലി അഥവാ റസൽസ് വൈപ്പർ. ശരീരത്തിൽ വലിയ അടയാളങ്ങളുള്ള തടിച്ച ഈ അണലിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാമ്പുകടി മരണങ്ങൾക്ക് കാരണമാകുന്നത്. 2020 ഒരു പഠനമനുസരിച്ച് ഇന്ത്യയിലെ പാമ്പുകടി കേസുകളിൽ 43% അണലി കാരണമാണ് ഉണ്ടാകുന്നത്. ഭീഷണി തോന്നിയാൽ പെട്ടെന്ന് ആക്രമിക്കുന്ന സ്വഭാവമുള്ള ഇവ വലിയ ശബ്ദത്തിൽ ശ്വാസം വിടും. ഇതിൻ്റെ കടി അസഹനീയമായ വേദനയ്ക്കും ആന്തരിക രക്തസ്രാവത്തിനും കോശങ്ങൾ നശിക്കാനും വൃക്കകൾ തകരാറിലാകാനും കാരണമാകും. കൃത്യമായി ചികിത്സ ലഭിച്ചാൽ പോലും ശരീരത്തിന് സ്ഥിരമായ തകരാറുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തേതാണ് രാജവെമ്പാല അഥവാ കിങ് കോബ്ര. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പാണിത്. ഇവയ്ക്ക് 5.5 മീറ്റർ വരെ നീളം വരാം. സാധാരണയായി ഇടതൂർന്ന കാടുകളിലാണ് കാണാറുള്ളതെങ്കിലും ഇപ്പോൾ കാടിനോട് ചേർന്ന പ്രദേശങ്ങളിലും ഇവയെ കണ്ടുവരുന്നുണ്ട്. മറ്റ് പാമ്പുകളെയാണ് ഇവ പ്രധാനമായും ഭക്ഷണമാക്കുന്നത്. മനുഷ്യരെ ആക്രമിക്കുന്നതായി വളരെ കുറച്ച് റിപ്പോർട്ടുകൾ മാത്രമേയുള്ളൂ. കടിയേറ്റാൽ വലിയ അളവിൽ വിഷം ശരീരത്തിലെത്തുന്നത് കൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണം സംഭവിച്ചേക്കാം. ഇത് മനുഷ്യരെ കണ്ടാൽ ഒഴിഞ്ഞു മാറി പോകുന്ന സ്വഭാവമുള്ള പാമ്പാണ്. എങ്കിലും മുട്ടയിട്ട് കാവലിരിക്കുന്ന പെൺപാമ്പ് വളരെ അപകടകാരിയാണ്. അതുകൊണ്ട് അതിൻ്റെ അടുത്ത് പോകാൻ പാടില്ല. പാമ്പുകളെ തിരിച്ചറിയുന്നത് പോലെ തന്നെ പ്രധാനമാണ് പാമ്പ് കടിയേറ്റാൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് അറിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങളെ എല്ലാവർക്കും എളുപ്പത്തിൽ ഓർത്തുവെക്കാൻ പറ്റുന്ന ഒരു രീതി പറഞ്ഞുതരാം. ഇതിനെ നമുക്ക് റൈറ്റ് എന്ന് വിളിക്കാം. R for reassure. കടിയേറ്റ ആളെ പരിഭ്രമിക്കാതെ ശാന്തനാക്കി നിർത്തുക. I for immobilize. കടിയേറ്റ ഭാഗം ഒരു ഒടിവ് പറ്റിയാലെന്ന പോലെ ഒട്ടും അനക്കാതെ വെക്കുക. ഒരു താങ്ങായി എന്തെങ്കിലും വെച്ച് കെട്ടുന്നത് വിഷം പടരുന്നത് തടയാൻ സഹായിക്കും.
G for get to a hospital. വിഷത്തിനെതിരെയുള്ള മരുന്നായ ആൻറ്റിവെനം ലഭ്യമായ ആശുപത്രിയിൽ എത്രയും വേഗം എത്തിക്കുക. H for ഹൈ പ്രഷർ ബാൻഡേജ്. സൗകര്യമുണ്ടെങ്കിൽ കടിയേറ്റ ഭാഗത്തിന് മുകളിൽ അധികം മുറുക്കാതെ ഒരു ബാൻഡേജ് കെട്ടുക. T for ടൈം. പാമ്പ് കടിച്ച സമയവും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ സമയവും കൃത്യമായി കുറിച്ചു വെക്കുക. ഇത് ഡോക്ടർമാർക്ക് പെട്ടെന്ന് ചികിത്സ നൽകാൻ വലിയ സഹായമാകും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില പ്രധാന കാര്യങ്ങളുമുണ്ട്. കടിയേറ്റ ഭാഗം കീറാനോ വിഷം വായ വെച്ച് വലിച്ചെടുക്കാനോ ശ്രമിക്കരുത്. ഇത് ഒട്ടും ഫലപ്രദമല്ലെന്ന് മാത്രമല്ല, മുറിവിൽ അണുബാധയുണ്ടാകാൻ കാരണമാവുകയും ചെയ്യും. മുറിവിന് മുകളിൽ തുണിയിട്ട് വരിഞ്ഞു മുറുക്കി കെട്ടരുത്. ഇത് വിഷം പടരുന്നത് തടയില്ലെന്ന് മാത്രമല്ല, ആ ഭാഗത്തെ രക്തയോട്ടം നിലച്ച് കയ്യോ കാലോ മുറിച്ച് കളയേണ്ട അവസ്ഥ വരെ ഉണ്ടായേക്കാം. ഐസോ ചൂടോ വെക്കുകയോ പച്ചമരുന്നുകൾ വെച്ച് ചികിത്സിക്കാനോ നിൽക്കരുത്. കടിയേറ്റ ആൾക്ക് മദ്യം നൽകരുത്. നമ്മുടെ നാട്ടിൽ എത്ര പഴയ പാരമ്പര്യമുള്ള ചികിത്സയായാലും മന്ത്രവാദത്തിന് പിന്നാലെയോ വിഷവൈദ്യന്മാരുടെ അടുത്തോ പോയി സമയം കളയരുത്. പലപ്പോഴും വിഷത്തേക്കാൾ ഉപരി ആളുകളുടെ അമിതമായ പേടിയാണ് മരണത്തിന് കാരണമാകുന്നത്. ഓസ്ട്രേലിയയിൽ ഓരോ വർഷവും 40,000-ഓളം പാമ്പുകടി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ മരണം വെറും 3-4 മാത്രമാണ് സംഭവിക്കാറുള്ളത്. ഇതിന് കാരണം അവിടുത്തെ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവും പെട്ടെന്ന് തന്നെ ചികിത്സ നൽകാനുള്ള സൗകര്യവും ഉള്ളതാണ്. എല്ലാത്തിനുമുപരി ആ അപകട സമയത്ത് ആവശ്യം മനസാന്നിധ്യമാണ്. പരിഭ്രമിക്കാതിരിക്കുകയും വേഗത്തിൽ പ്രവർത്തിക്കുകയും ശരിയായ ചികിത്സയിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഏതൊരാളുടെയും ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ഏതായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ കിട്ടിക്കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.